വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നൈറ്റ് ടൈം ഹെയർ കെയർ റുട്ടീൻ ഇട്ടപ്പോൾ തന്നെ റിക്വസ്റ്റഡ് ആയിട്ട് വന്നതാണ് മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും കൂടി ചെയ്യാവുന്നത്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോർണിംഗ് ഹെയർ കെയർ നൈറ്റിന്റെ അത്രയും സ്റ്റെപ്സ് ഒന്നും ഇല്ല, ഏകദേശം സിമിലർ സ്റ്റെപ്സ് ആണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മോർണിംഗ് ഹെയർ കെയർ. പറഞ്ഞാൽ ഇത് നമ്മൾ എണീറ്റ് ഉടനെ ചെയ്യുക, അതല്ലാതെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്ന എന്തായാലും നമുക്ക് നടക്കാം. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യില്ലേ, അപ്പൊ അതേപോലെ തന്നെ ഒരു റുട്ടീൻ ആയിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു ബണ്ണായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെയായിരിക്കും ഇടുന്നത്. സോ അത് ആദ്യമേ നമുക്ക് ഊരിയിട്ട് നന്നായിട്ട് ജട കളയണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് പിന്നെ ഇടാറാണ് പതിവ്. നമുക്ക് ആദ്യമേ പിന്നലൊക്കെ ഊരിയിട്ട് ജട എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ജട എടുക്കുമ്പോൾ എപ്പോഴും ഒരു വൈറ്റ് ടൂത്ത് കോംബ് വെച്ച് ജട എടുക്കുക. നിങ്ങൾക്ക് ഈ നീം വുഡിന്റെ അതേപോലെ തന്നെ ബാംബുവിന്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും വാങ്ങാനായിട്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യും. ഞാൻ ഇതാണ് കുറേ വർഷമായിട്ട്, ഒരു 5-6 വർഷമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് കംഫർട്ടബിൾ ആണ്. ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ട് ആദ്യം നന്നായിട്ട് കൈ കൊണ്ട് ജട എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് സെറമോ നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണയുടെ 2-3 തുള്ളിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജട എടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ജട എടുത്തതിന് ശേഷമാണ് സെറമോ ഓയിലോ അപ്ലൈ ചെയ്യുന്നത്. കൈ കൊണ്ട് എടുത്തതിന് ശേഷം ഞാൻ ചീപ്പ് വെച്ചിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ചീപ്പ് കൊടുക്കും. ഒരു മുടി കൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജട എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും നന്നായിട്ട്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ രാവിലെ കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മസാജർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. മസാജർ കൂടുതൽ രാത്രിയാണ് ഉപയോഗിക്കാറ്. കൈ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ നെയിൽസ് വെച്ച് മസാജ് ചെയ്യാതെ ഫിംഗർ ടിപ്സ് വെച്ച് തന്നെ മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറം യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സെറം വേണമെങ്കിൽ സെറം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ 2-3 തുള്ളി ഉപയോഗിക്കാം. പിന്നെ കുറെ പേര് നൈറ്റ് ടൈം റൂട്ടീൻ ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു, ഓയിൽ ഉപയോഗിച്ച് കിടന്നു കഴിഞ്ഞാൽ പനി വരില്ലേന്ന്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഓവർനൈറ്റ് ഓയിൽ സ്കാൽപ്പിൽ വെച്ചിട്ട് കിടക്കാൻ ഞാൻ പറഞ്ഞത്. സെറം യൂസ് ചെയ്തതിന് പകരം 2-3 തുള്ളി ഓയിൽ കയ്യിലെടുത്തിട്ട് നിങ്ങൾ ഹെയറിന്റെ ലെങ്തിലും ടിപ്പിലും മാത്രം അപ്ലൈ ചെയ്യാനാണ്. ഒരുപാട് എണ്ണ കോരി ഒഴിക്കരുത്. ഞാൻ പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് കമന്റ് സെക്ഷനിൽ കുറെ പേര് ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടി മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. 2-3 തുള്ളി മാത്രം നിങ്ങൾ ഓയിലാണ് എടുക്കുന്നതെങ്കിൽ എടുക്കുക. സ്കാൽപ്പിൽ തേക്കാതിരിക്കുക. ലെങ്തിലും ടിപ്പിലും മാത്രം തേക്കുക. അപ്പൊ നെക്സ്റ്റ് ഞാൻ രണ്ടായിട്ട് ഇതേപോലെ തന്നെ വീണ്ടും പാർട്ടീഷൻ ചെയ്തിട്ട് ലെങ്തിലും ടിപ്പിലും സെറം അപ്ലൈ ചെയ്യാം. ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം DIY ഹെയർ സ്പ്രേസും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ റോസ്മേരി വാട്ടർ, അതേപോലെ തന്നെ ഉലുവയുള്ള വെള്ളം, അതൊക്കെ ഞാൻ അതിന്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. സൂൺ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ദിവസമാണെങ്കിൽ ഈ സമയത്ത് തന്നെ അത് ഞാൻ അപ്ലൈ ചെയ്യും. റോസ്മേരി വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്താണ് അപ്ലൈ ചെയ്യുന്നത്. അതല്ല, ഇതിപ്പോ എല്ലാവർക്കും ഒരു നോർമൽ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഞാൻ യൂഷ്വലി രാവിലെ ചെയ്യാറ്. ബാക്കിയെല്ലാം അഡീഷണൽ ആണ്. ഇൻ കേസ് ഞാനത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് അത് ഞാൻ ഇന്നത്തെ കാണിക്കാത്തത്. അതിന്റെ വീഡിയോ ഞാൻ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നോർമൽ ഡേയ്സിൽ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പം സെറം അപ്ലൈ ചെയ്തു. ഇനി അടുത്ത് ഒന്നുമില്ല, ഏതെങ്കിലും നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈലില് ചെയ്യാം. മുടി കെട്ടുക. ഞാൻ യൂഷ്വലി വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെ ഒന്നും അധികം പിന്നിടാറില്ല. എനിക്ക് തോന്നുകയാണെങ്കിൽ പിന്നീടും. എല്ലാ സമയത്തും ഞാൻ ഇതേപോലെ ഒരു ബൺ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്.
നിങ്ങൾക്ക് സാറ്റിൻ ബണ്ണ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എനിക്കത് പെട്ടെന്ന് ഊരി പോകുന്ന പോലെ തോന്നാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ക്ലിപ്പിലേക്ക് മാറിയത്. സാറ്റിൻ ബണ്ണ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ മുടി കെട്ടി വെക്കാറ്. ഇടയ്ക്കിടയ്ക്ക് ഊരി പോവുകയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരിപ്പോയി പിന്നെ അത് ചീപ്പി പിന്നെ കിട്ടുന്ന അത്ര നല്ലതല്ല മുടിക്ക് ആക്ച്വലി. ഞാൻ ഇതാണ് കെട്ടാറ്. നിങ്ങൾക്ക് മുടി പിന്നെ ഇടണമെങ്കിൽ പിന്നെ ഇടാം. ഞാൻ പിന്നെ ഇടാറും ഉണ്ട്, ഇങ്ങനെ കെട്ടാറുണ്ട്. ഈ 2 സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ മോർണിംഗ് റുട്ടീൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ സജഷൻസും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ സജഷൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. കുറേയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സജഷൻ ആയിരുന്നു. പിന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പറ്റിയ ഹെയർ സ്റ്റൈൽസ്, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് പറ്റിയ ഹെയർ സ്റ്റൈൽ, പിന്നെ അവർക്ക് പറ്റിയ ഹെയർ കെയർ റുട്ടീൻ ഒക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് വൈകാതെ തന്നെ അടുത്ത വീഡിയോസിൽ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.